അത് വേറെ രീതിയിൽ വരുമോ? നമസ്കാരം, വെൽക്കം ടു മൈ വീഡിയോ. വണക്കം. രേണു സുധി അടുത്തിടെ ആൽബങ്ങളിലും റീലുകളിലും ഒക്കെ അഭിനയിച്ചു ധാരാളം നെഗറ്റീവ് പബ്ലിസിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സുധിക്ക് അപമാനമാണെന്നും അഴിഞ്ഞാട്ടക്കാരിയാണെന്നും പിന്നെ സുധി ജീവിച്ചിരുന്നുവെങ്കിൽ ഇവരുടെ ഡിവോഴ്സ് നടക്കുമായിരുന്നു എന്നും ധാരാളം നെഗറ്റീവ് കമൻസ് അങ്ങനെ ഒഴുകി വരുന്നുണ്ടായിരുന്നു ഇവരുടെ വീഡിയോസിൻ്റെ താഴെയൊക്കെ. വലിയ ഒരു സൈബർ അറ്റാക്ക് തന്നെയായിരുന്നു രേണുവിന് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ രേണുവിന് ഇതൊക്കെ കേട്ടിട്ട് യാതൊരു കുലുക്കവുമില്ല. ആളുകൾ എന്ത് വേണമെങ്കിലും പറയട്ടെ, മുമ്പോട്ട് തന്നെയാണെന്ന നിലപാടിലാണ് പുള്ളിക്കാരി ഉറച്ചു നിന്നു. അഭിനയം തുടരുന്നു. മാത്രമല്ല, അഭിനയത്തിൽ കുറച്ച് പരിചയക്കുറവുണ്ടെങ്കിലും പുള്ളിക്കാരി അഭിനയിച്ച ഷോർട്ട് ഫിലിമും മറ്റുമൊക്കെ ധാരാളം ആളുകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. രേണുവിനെ പണ്ട് മോശമായിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ഇതൊക്കെ കണ്ടിട്ട് നെഗറ്റീവ് കമൻസ് ഒക്കെ പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാണുന്നവരെ കാരണം രേണുവിൻ്റെ ഫോട്ടോഷൂട്ടിനും റീൽസിനുമൊക്കെ നല്ല റീച്ച് തന്നെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഇതിങ്ങനെ മുമ്പോട്ട് തുടർന്ന് പോയപ്പോഴേക്കും ആദ്യം നെഗറ്റീവ് പറഞ്ഞവരൊക്കെ പതുക്കെ അങ്ങനെ മാറിത്തുടങ്ങി. പിന്നെ അവർ രേണുവിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറയാൻ തുടങ്ങിയത്. അതുപോലെ അടുത്തിടെ വന്ന മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന ചാനലിൽ വിവാദപരമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ രേണുവിൻ്റെ വന്നതും അവതാരിക മാന്യതയില്ലാതെ വളരെ മോശമായിട്ട് ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ചതും രേണു അതിനൊക്കെ തക്ക മറുപടി കൊടുക്കുകയും ചെയ്തിരുന്ന വീഡിയോ നമ്മളിപ്പോൾ അടുത്തിടെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യവും കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി രേണുവിൻ്റെ ഫാൻസിൻ്റെ എണ്ണം അങ്ങനെ കൂടി വന്നു. പിന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഇതല്ല. ഡോക്ടർ രഞ്ജിത്ത് കുമാർ, പുള്ളിക്കാരനെ ധാരാളം പേര് അറിയുമായിരിക്കും. ബിഗ് ബോസ് ഫെയിമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു മാസം മുമ്പ് ഒരു സിനിമയുടെ ലോഞ്ചിങ്ങിൽ സംബന്ധിച്ചിട്ട് പുള്ളിക്കാരൻ വന്നപ്പോൾ രേണുവിനെ നല്ല രീതിയിലൊക്കെ ഈ പുള്ളി ഉപദേശിച്ചിരുന്നു. രേണു സൂക്ഷിക്കണമെന്നും മറ്റുള്ളവർ നന്നായിട്ട് മുതലെടുക്കാൻ സാധ്യതയുണ്ടെന്നും ഇങ്ങനെയൊക്കെ പോയാൽ നാശമായിരിക്കും സംഭവിക്കുന്നതെന്നും കാരനാകട്ടെ രേണുവിനിട്ട് ഭയങ്കര ഉപദേശമായിരുന്നു. അന്ന് ആ ക്ലിപ്പ് ഒരുപാട് വൈറലായിരുന്നു. ഒരുപാട് പേര് ഈ കാരണം കൊണ്ട് തന്നെ രജിത്തിനെ സപ്പോർട്ടൊക്കെ ചെയ്തു. കാരണം ആ സമയം രേണുവിന് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള ഒരു കമൻസ് ഒക്കെ കിട്ടുകയും ഒരുപാട് വിവാദങ്ങളിലൊക്കെ ചെന്ന് കുരുങ്ങുകയും ചെയ്ത ഒരു സാഹചര്യമായിരുന്നു. അന്ന് ഈ രജിത് കുമാറിനെ ആളുകൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. പക്ഷേ അതേ ആള് ഇപ്പോൾ എന്ത് കാര്യമാണ് ചെയ്തത് എന്നുള്ളത് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ കാണാനിടയായി. അപ്പോൾ പുള്ളി രേണുവിനെ നല്ല രീതിയിൽ തന്നെ മുതലെടുക്കുവാനുള്ളൊരു സാഹചര്യമായിരുന്നു കണ്ടതും. ഈ സംഭവം നടന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരു ഫാഷൻ ഷോയിൽ റാമ്പ് വാക്കിലൊക്കെ ഇവർ പങ്കെടുത്തിരുന്നു. അത് വേറെ രീതിയിൽ വരുമോ? വേറെ രീതി വരുമോ? വേറെ രീതിയിൽ വരുമോ? വണ്ടിക്ക് ബൈ ബൈ. ഓക്കെ, എന്താവും എന്തോ നാളെ അത് പോയിടുമ്പോ കേട്ടോ നേരെ നോക്കണേ. സേഫ് അല്ലേ? ഞാൻ സേഫാണോ മാത്രം നോക്കിയാണ് ബാക്കി വെച്ചേക്കണേ. എന്റെ കൂടെ ആർക്കും ഈ ലോകത്ത് എവിടെയും. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് രേണുവിനെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാമെന്നൊക്കെ ഈ പുള്ളി പറഞ്ഞു. ഇവർ കാറിൽ കയറാൻ ചെന്നപ്പോഴേക്കും ഓൺലൈൻ മീഡിയക്കാരാകട്ടെ അവരെ അങ്ങ് വളയുകയും പിന്നെ അപ്പോൾ അവിടെ നടന്നൊരു സൂപ്പർ പെർഫോമൻസ് അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. രണ്ട് പെമ്പിള്ളേരൊക്കെ വെച്ച് രണ്ടുപേർക്കൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലേ? അപ്പോൾ ഈ മീഡിയക്കാരും ആകട്ടെ എന്തോ ഒരു സംസാരമാണിത്. എന്തെങ്കിലും ബാക്കി വെക്കണേ എന്നൊക്കെ നെഗറ്റീവ്
ആയിട്ടും ഡബിൾ മീനിങ് വരുന്ന രീതിയിലുമൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ വായിൽ. സാധാരണ ക്യാമറാമാനൊക്കെ വന്ന് ഒരു ക്യാമറയും തൂക്കി പിടിച്ചിട്ട് വായിൽ വരുന്ന അനാവശ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഞാൻ കൊണ്ടുപോകട്ടോ, ഞാൻ കൊണ്ടുപോയി. അത് വേറെ രീതി വരുമോ? വേറെ രീതി വരുമോ? വേറെ രീതി വരുമോ? രീതിയിൽ വന്നാലും ഞാൻ കൊണ്ടുപോകും. ഏതും ആ ടൈപ്പല്ല, നിങ്ങൾക്ക് തെളിവ് കാണാം. ഏതും ആ ടൈപ്പല്ല. ആരുടെ വണ്ടി കയറും? ടാറ്റാ ബൈ ബൈ. ഓക്കെ, എന്താവും എന്തോ നാളെ അത് ഇടുമ്പോ. കേട്ടോ കേട്ടോ നേരെ നോക്കണേ. സേഫ് അല്ലേ? ഞാൻ സേഫാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഞാൻ സേഫാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. എന്തെങ്കിലും ബാക്കി വെച്ചേക്കണേ. എന്റെ കൂടെ ആർക്കും ഈ ലോകത്ത് എവിടെയും. അപ്പോൾ ഇതിന് വരുന്ന മറുപടിയാകട്ടെ അവരതിനെ ഒരു വിവാദമാക്കി അത് വെച്ചിട്ട് തന്നെ ധാരാളം റീച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഈ രജിത്ത് എന്ന പുള്ളി നടന്നു വരുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ? രേണുവിൻ്റെ ദേഹത്ത് ഒക്കെ പിടിച്ചുകൊണ്ടാണ് പുള്ളി നടന്നു വരുന്നത്. എന്തായാലും പുള്ളി താൻ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളും മുതലെടുപ്പിനെയും കുറിച്ചിട്ടൊക്കെ മുൻകൂട്ടി തന്നെ രേണുവിനെ ഉപദേശിക്കുകയും ഒരു മുൻകരുതലെടുക്കാനൊക്കെ ആദ്യമേ പറയുകയൊക്കെ ചെയ്തുകൊണ്ട് പുള്ളിക്കാരനെയും തെറ്റു പറയാൻ പറ്റില്ല. കാരണം പുള്ളിക്കാരനും ഈ വിഭാഗത്തിൽ തന്നെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളൊരു ക്ലൂ കൂടെയാണ് മുമ്പേ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ വീഡിയോയുടെ നിങ്ങളുടെ ബാക്കി ഭാഗങ്ങൾ കൂടി കണ്ടാൽ അറിയാം ഈ പുള്ളിക്കാരൻ എന്തോ ഒരു കൂത്താണ് ഈ കാണിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ നിയമം തെറ്റിക്കില്ല. സമയം ഇന്നലെ വരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. എങ്ങനെ രണ്ടുപേരെ ഫ്രണ്ട് വെക്കുന്ന ഈ ഒരു അവസ്ഥ രണ്ടുപേരെ ഫ്രണ്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം നമുക്ക് വാരി പോയി ഗിയറിൽ കയറി ഇരിക്കില്ല. ശരി, ഓക്കെടാ. അവൻ അറിഞ്ഞില്ല. എന്താ ഒരു വെടിക്ക് രണ്ട് പക്ഷിയോ? കാറിന്റെ ബാക്കിൽ എന്താ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഈ രണ്ടുപേരെയും വന്നിട്ട് സീറ്റിൽ ഒരു ഡബിൾ ഡക്കറിനെ പോലെയൊക്കെ കുത്തി പിടിച്ചിരുത്തി ആ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ശുഷ്കാന്തി കാണേണ്ടത് തന്നെയാണ്. ഇതൊക്കെ കണ്ടാൽ തന്നെ പുള്ളിയുടെ മനസ്സിലിരിപ്പിനെ കുറിച്ച് തന്നെയാണ് പുള്ളി മുമ്പും പറഞ്ഞതെന്നുള്ളത് കാണുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. കാറിൻ്റെ ബാക്കിലൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ടാണ് പുള്ളിക്കാരൻ എല്ലാവരെയും ഇങ്ങനെ ഫ്രണ്ട് സീറ്റിൽ ഈ രണ്ടുപേരെയും ഇങ്ങനെ പിടിച്ചിരുത്തുന്നത്. ഇത് സൂചിപ്പിച്ചിട്ട് ഒരു ഓൺലൈൻ മീഡിയക്കാരൻ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും ഈ പുള്ളിയുടെ ഒരു സമയത്തിനെ കുറിച്ച്. കാരണം നല്ലൊരു ടൈമാണെന്നാണ് ഈ ഓൺലൈൻകാരൻ അതിന് അർത്ഥം വെച്ച് സംസാരിക്കുന്നത്. പുള്ളി അതിന് പറയുന്ന മറുപടിയോ ഇതിനു വേണ്ടിയൊക്കെ പുള്ളി ധാരാളം കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യവും സമയവും വന്നത്. ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും ദൈവം വാരിക്കോരി തരും എന്നൊക്കെയാണ് ഈ പുള്ളി മറുപടി പറയുന്നത്. ഈ പുള്ളിക്ക് എന്താ കിളി പോയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ സംശയം തോന്നുന്നു. ഈ രീതിയിലൊക്കെ പുള്ളി തട്ടിവിടുന്നത് കേട്ടാൽ ഇതെന്താണ് ഈ പുള്ളിയുടെ മനസ്സിലിരിപ്പ്? പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും യാതൊരു കൂസലുമില്ലാതെ കേട്ട് ചിരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ആളാണ് രേണു. ഈ സ്ഥലത്ത് രേണുവിന് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ വിവരം അറിഞ്ഞേന്. അപ്പോൾ അതിന് തക്ക രീതിയിലുള്ളൊരു പ്രതികരണമായിരിക്കും മറ്റൊരാളായിരുന്നെങ്കിൽ അവിടെ സംഭവിച്ചിരിക്കുക. പക്ഷേ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണ്, ഒരു പെണ്ണ് നിൽക്കേണ്ട രീതിയിൽ നിന്നാൽ അവളെ ചൊറിയാൻ ആരും വരില്ല. ഒരാൾ നമ്മുടെ അനുവാദമില്ലാതെ സ്പർശിക്കുമ്പോഴേക്കും അത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ആദ്യമേ തന്നെ പ്രതികരിക്കണം. അല്ലാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്നാൽ അത് ഈ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ആൾക്ക് അത് ഈ പുള്ളിക്കാരിക്ക് അതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളൊരു സന്ദേശമായിരിക്കും കിട്ടുക. ഇപ്പോൾ ഇങ്ങനെ രേണുവിനെ പോലെ ചിരിച്ചുകൊണ്ടിരുന്നാൽ അവർക്കും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. പിന്നെ ഭാവിയിൽ ഒരു പ്രശ്നം വരാതിരിക്കാൻ ആദ്യമേ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം കണ്ടപ്പോഴേക്ക് ഇന്നത്തെ സമൂഹത്തിൽ ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ ചുറ്റിലും നടക്കുന്നുണ്ട്. അഭിനയ രംഗത്താകട്ടെ ഏതൊരു മേഖലയിലും സ്ത്രീകൾക്കൊക്കെ ഇതുപോലെയുള്ള ധാരാളം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ സഹിക്കേണ്ടി വരുന്നുണ്ട്. അരോചകമായി തോന്നുമെങ്കിലും പലരും അത് പുറത്ത് പ്രകടിപ്പിക്കുന്ന എന്തോ മാന്യത കുറവാണെന്നുള്ള ധാരണയിൽ അവർ മിണ്ടാതെ ഇരിക്കുന്ന പതിവാണുള്ളത്. ഒരുപക്ഷെ ഏറ്റവും അടുത്തറിയാവുന്നവരായിരിക്കും ഒരു പക്ഷേ ഇതുപോലെ ഏറ്റവും അധികം ശല്യത്തിന് വരുന്നത്. അപ്പോൾ അത് ഒന്നും പ്രതികരിക്കാതെ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ ഇനി ശല്യം കൂടുതലായിട്ട് വരികയേ ഉള്ളൂ. ഇതുപോലെയുള്ളൊരു വിഷയം കണ്ടപ്പോഴേക്കും ഇതിനെക്കുറിച്ചിട്ടൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. ഇതുപോലുള്ള പല
സാഹചര്യങ്ങളിലും പ്രതികരിക്കേണ്ട ഇടത്ത് അപ്പോൾ തന്നെ പ്രതികരിക്കുവാൻ മടിക്കുകയാണെങ്കിൽ പിന്നെ ആ പ്രശ്നം വഷളായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളിൽ ഇത് പലർക്കും ഇതുപോലുള്ള പല അനുഭവങ്ങളും കണ്ടു കാണാം, അനുഭവിച്ചു കാണാം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളെന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളെന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അതുപോലെ ഇനിയും ഇതുപോലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണാം.